ഹലോ സ്റ്റുഡൻസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഓപ്പറേഷൻസിൽ നമ്മൾ നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകുന്ന പോർഷൻ ഓപ്ഷൻ കോൺട്രാക്റ്റുകളാണ്. പേജ് നമ്പർ 162. അപ്പം നമ്മുടെ ഡെറിവേറ്റീവ്സ് കോൺട്രാക്റ്റിൽ രണ്ടെണ്ണം നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. ഫോർവേഡ് കോൺട്രാക്റ്റും ഫ്യൂച്ചർ കോൺട്രാക്റ്റും. തേർഡ് വണ്ണാണ് ഓപ്ഷൻ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഈ ഓപ്ഷൻ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ റിസ്ക് മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അതിൻ്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് ചോയ്സ്. ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോയ്സ് എന്നുള്ള മീനിങ് ആണുള്ളത്. So option contract are agreement between two parties which give the right to buy or sell the underlying asset for a specified price within a specified date. അപ്പോൾ ഓപ്ഷൻ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് രണ്ട് വ്യക്തികൾ തമ്മിൽ ഏർപ്പെടുന്ന കോൺട്രാക്റ്റാണ്. വിച്ച് ഗീവ് എ റൈറ്റ് ടു ബൈ ഓർ സെൽ. അവിടെ ഒരു അവകാശമാണ് കിട്ടുന്നത്. ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആൾക്ക് റൈറ്റാണ് കിട്ടുന്നത്. ഏതർ ടു ബൈ ഓർ സെൽ, ഒന്നുകിൽ വാങ്ങാനോ വിൽക്കാനോ ആയിട്ടുള്ള ഒരു അവകാശമാണ് കിട്ടുന്നത്. അണ്ടർലൈങ് അസറ്റ് ഫോർ എ സ്പെസിഫൈഡ് പ്രൈസ്. ഒരു അണ്ടർലൈങ് അസറ്റ് ഉണ്ടായിരിക്കും. അതൊരു പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസിൽ ഒരു സ്പെസിഫിക് ഡേറ്റിനുള്ളിൽ വാങ്ങാനോ വിൽക്കാനോ ആയിട്ടുള്ള റൈറ്റിനെയാണ് ഓപ്ഷൻ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ കോൺട്രാക്റ്റിൽ രണ്ട് വ്യക്തികളാണുള്ളത്. അതിൻ്റെ അകത്ത് ബയ്യർ ഓഫ് ദ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഹോൾഡറും. ബയ്യർ ഓഫ് ദ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓപ്ഷൻ കിട്ടുന്ന വ്യക്തിയാണ്. ഹി അക്വേഴ്സ് ദ റൈറ്റ് ടു ബൈ ഓർ സെൽ. അതായത് ആ റൈറ്റ് കിട്ടുന്ന വ്യക്തിയാണ് അതിൻ്റെ ബയ്യർ എന്ന് പറയുന്നത്. അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്ഷൻ ഹോൾഡർ എന്ന് വിളിക്കുന്നത്. സെല്ലർ ഓഫ് ദ ഓപ്ഷനാണ് ഓപ്ഷൻ റൈറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ രണ്ട് വ്യക്തികളാണ്, ഓപ്ഷൻ ഹോൾഡറും ഓപ്ഷൻ റൈറ്ററും. സെല്ലർ ഓപ്ഷൻ റൈറ്ററും ബയ്യർ ഓപ്ഷൻ ഹോൾഡറുമാണ്. അപ്പോൾ ബയ്യറിനാണ് റൈറ്റ് കിട്ടുന്നത്. ബയ്യറുടെ റൈറ്റിന് അനുസരിച്ച് ഒബ്ലിഗേഷനുള്ള വ്യക്തിയാണ് സെല്ലർ അല്ലെങ്കിൽ ഓപ്ഷൻ റൈറ്റർ എന്ന് പറയുന്നത്. ഈ കോൺട്രാക്റ്റിൻ്റെ എക്സ്പയറി ഡേറ്റിലെ ഓപ്ഷൻ ഹോൾഡർ, അതായത് ബയ്യറിന് തീരുമാനിക്കാം ഇയാളുടെ ഓപ്ഷൻ ഇയാൾ പെർഫോം ചെയ്യണോ വേണ്ടോ, വെദർ ഓർ നോട്ട് ടു എക്സസൈസ് ഹിസ് റൈറ്റ് ടു ബൈ ഓർ സെൽ. മേടിക്കാനോ വിൽക്കാനോ ആയിട്ടുള്ള അവകാശം പെർഫോം ചെയ്യണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നതും ബയ്യറാണ്. കാരണം അവിടെ ബയ്യറിനാണ് റൈറ്റ് ഉള്ളത്. ബയ്യർ ഈ ഒരു റൈറ്റ് അക്വയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു റൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ ഒരു കൺസിഡറേഷൻ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ആ കൺസിഡറേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്ഷൻ പ്രീമിയം എന്ന് പറയുന്നത്. അതായത് ഈ അവകാശം അല്ലെങ്കിൽ റൈറ്റ് കിട്ടാൻ വേണ്ടി ഓപ്ഷൻ റൈറ്ററിന് ഓപ്ഷൻ ഹോൾഡർ പേ ചെയ്യുന്ന എമൗണ്ടാണ് ഓപ്ഷൻ പ്രീമിയം എന്ന് പറയുന്നത്. ടെക്സ്റ്റിലേക്ക് കിടക്കുന്ന എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ഒരു തവണ പ്രീമിയം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓപ്ഷൻ സെല്ലറിന് അവിടെ ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്, കടമയുണ്ട്. ടു സെൽ ഓർ ബൈ ദ അണ്ടർലൈങ് അസറ്റ് അറ്റ് ദ സ്പെസിഫൈഡ് പ്രൈസ് വെനെവർ ദ ബയ്യർ ഓഫ് ദ ഓപ്ഷൻ ചൂസസ് ടു എക്സസൈസ് ദ റൈറ്റ്. അതായത് ബയ്യർ ഓഫ് ദ ഓപ്ഷൻ, അതായത് ഓപ്ഷൻ ഹോൾഡർ എപ്പം ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എപ്പം ചൂസ് ചെയ്യുന്നു അപ്പം മേടിക്കാൻ അല്ലെങ്കിൽ വിൽക്കാനായിട്ടുള്ള കടമ എന്ന് പറയുന്നത് ഓപ്ഷൻ റൈറ്ററിന്, അതായത് ഓപ്ഷൻ സെല്ലറിന് അവിടെ ഉണ്ടായിരിക്കും. ബയ്യറിന് എല്ലാ അവകാശങ്ങളും സെല്ലറിന് എല്ലാ ഒബ്ലിഗേഷൻസ്, എല്ലാ കടമകളുമാണുള്ളത്. ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും എഗ്രീഡ് പ്രൈസിനേക്കാളും താഴെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഓപ്ഷൻ ബയ്യർ ഇയാൾക്ക് ബൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഫോർഗോസ് ചെയ്ത് വേണ്ട എന്ന് വെക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഇയാൾ പേ ചെയ്തിരിക്കുന്ന കൺസിഡറേഷൻ അല്ലെങ്കിൽ പ്രീമിയം എന്ന് പറയുന്ന അയാൾക്ക് നഷ്ടപ്പെടും. പക്ഷേ ഷെയർ പ്രൈസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അയാളത് മേടിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ സെല്ലറിന് അത് വിൽക്കാനായിട്ടുള്ള കടമയുണ്ട്. അതായത് പ്രീമിയം പേ ചെയ്തിട്ടാണ് നമ്മുടെ ബയ്യർ ഓപ്ഷൻ്റെ അകത്ത് ഒരവകാശം അല്ലെങ്കിൽ റൈറ്റ് നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുവഴി സെല്ലറിന് അല്ലെങ്കിൽ ഓപ്ഷൻ റൈറ്ററിന് അവിടെ ഒരു ഒബ്ലിഗേഷനാണുള്ളത്. അപ്പോൾ അവിടെ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് സെല്ലറിനും റൈറ്റ് എന്ന് പറയുന്നത് ബയ്യറിനുമാണുള്ളത്. ബയ്യർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ആവശ്യപ്പെടുന്ന രീതിയിൽ വേണം സെല്ലർ പെർഫോം ചെയ്യാനായിട്ട്. അടുത്ത അതിൻ്റെ ഓപ്പറേഷനാണ്. ഫ്യൂച്ചർ കോൺട്രാക്റ്റ് പോലെ തന്നെ പ്രൈസ് ഡിഫറൻസ് ആണ് നമ്മളിവിടെയും പേ ചെയ്യുന്നത്. ഈ ഓപ്ഷൻ കോൺട്രാക്റ്റിൻ്റെ കേസിലും പേ ചെയ്യുന്നത്. അതായത് സ്ട്രൈക്ക് പ്രൈസും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അവർ പേ ചെയ്യുന്നത്. ഈ ബയ്യർ റൈറ്റ് മേടിക്കുന്ന സമയത്ത് ഒരു എമൗണ്ട് പേ ചെയ്യുന്നുണ്ട്, കൺസിഡറേഷൻ പേ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഓപ്ഷൻ പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ബയ്യറിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബയ്യറിനുണ്ടാകുന്ന മാക്സിമം ലോസ് എന്ന് പറയുന്നത് ഇയാൾ പേ ചെയ്ത പ്രീമിയം എത്രയാണോ അത് അയാൾക്ക് ഉള്ള മാക്സിമം ലോസ് എന്ന് പറയുന്നത്. പക്ഷേ ഗെയിൻ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. മാർക്കറ്റ് പ്രൈസ് എത്ര കൂടുന്നോ അത്രയും അയാൾക്ക് ഗെയിനായിട്ട് വരും അല്ലെങ്കിൽ ലാഭമായിട്ട് വരും. നേരെ തിരിച്ച് സെല്ലറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സെല്ലറിനുള്ള ലാഭം അല്ലെങ്കിൽ ഗെയിൻ എന്ന് പറയുന്നത് ഇയാൾക്ക് കിട്ടിയ പ്രീമിയം എമൗണ്ട് എത്രയാണോ അതാണ് അയാൾക്ക് വരുന്ന മാക്സിമം ലാഭം എന്ന് പറയുന്നത്. പക്ഷേ ലോസ് അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. എത്ര വേണമെങ്കിലും
പ്രൈസ് ഡിഫറൻസിൻ്റെ ബേസിസിൽ നഷ്ടം എത്ര വേണമെങ്കിലും വരാം. അതായത് ബയ്യറുടെ മാക്സിമം ലോസാണ് സെല്ലറുടെ മാക്സിമം ഗെയിൻ എന്ന് പറയുന്നത്. ബയ്യറുടെ ഗെയിനും സെല്ലറുടെ ലോസും അൺലിമിറ്റഡുമാണ്. അടുത്താണ് ടൈപ്സ് ഓഫ് ഓപ്ഷൻസ്. ടൈപ്സ് ഓഫ് ഓപ്ഷൻസ് നമുക്ക് 3 ഉണ്ട്. കോൾ ഓപ്ഷൻ ഉണ്ട്, പുട്ട് ഓപ്ഷൻ ഉണ്ട്, ഡബിൾ ഓപ്ഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് കോൾ ഓപ്ഷൻ. കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് ടു ബൈ ആൻ അണ്ടർലൈങ് അസറ്റ്. അതായത് ഈ ഓപ്ഷൻ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് വഴി ബയ്യറിന് കിട്ടുന്ന റൈറ്റ് എന്ന് പറയുന്നത് ഒരു അണ്ടർലൈങ് അസറ്റ് ബൈ ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ മേടിക്കാനായിട്ടുള്ള റൈറ്റാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളാണ് കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾക്ക് ബൈ ചെയ്യുന്നത് ഒരു പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസിൽ ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ആ പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസിനെ വിളിക്കുന്ന പേരാണ് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത്. ഒരു ഫ്യൂച്ചർ സ്പെസിഫൈഡ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിനുള്ളിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഇയാൾക്ക് പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ ബൈ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അയാൾക്ക് ബൈ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, കടമയൊന്നുമില്ല. ഇയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ബൈ ചെയ്താൽ മതി. പക്ഷേ എപ്പോൾ ബയ്യർ ആവശ്യപ്പെട്ടാലും അത് കൊടുക്കാനായുള്ള കടമ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് സെല്ലറിനുണ്ടായിരിക്കും. ഓപ്ഷൻ ടു ബൈ ആണ് കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമതാണ് പുട്ട് ഓപ്ഷൻ. നേരെ തിരിച്ച് ഓപ്ഷൻ ടു സെല്ലാണ് പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ഓപ്ഷൻ ഹോൾഡറിന് ഏതെങ്കിലും ഒരു അണ്ടർലൈങ് അസറ്റ് പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസിൽ സ്പെസിഫിക് ഡേറ്റിനുള്ളിൽ വിൽക്കാനായിട്ടുള്ള അവകാശമാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളാണ് പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇയാൾക്കത് വിൽക്കണമെന്ന് ഇയാൾക്ക് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, നിർബന്ധമായിട്ട് ചെയ്യണമെന്നില്ല. ഇയാൾ വിൽക്കാമെന്ന് എഗ്രി ചെയ്തിരിക്കുന്ന പ്രൈസ് ഏതാണോ അതാണ് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് മേടിക്കാനായിട്ടുള്ള കടമ സെല്ലറിന് അല്ലെങ്കിൽ നമ്മുടെ ഓപ്ഷൻ റൈറ്ററിനുണ്ടായിരിക്കും. തേർഡ് വണ്ണാണ് ഡബിൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഡബിൾ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഓപ്ഷൻ ഹോൾഡറിന് 2 അവകാശങ്ങളാണ് കിട്ടുന്നത്, 2 റൈറ്റാണ് കിട്ടുന്നത്. ഏതർ ടു ബൈ ഓർ ടു സെൽ, ഒന്നുകിൽ വാങ്ങുക അല്ലെങ്കിൽ വിൽക്കുക എന്നും പറഞ്ഞിട്ടാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ഡബിൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് ടു ബൈയും, പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് ടു സെല്ലും, ഡബിൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതർ ടു ബൈ ഓർ ടു സെല്ലാണ്. നെക്സ്റ്റ് അമേരിക്കൻ ഓപ്ഷൻ വേഴ്സസ് യൂറോപ്യൻ ഓപ്ഷൻ. ഓപ്ഷൻ കോൺട്രാക്റ്റിൻ്റെ എക്സസൈസ് സ്റ്റൈലിൻ്റെ ബേസിസിൽ അതിനെ 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ ഓപ്ഷൻ എന്നും യൂറോപ്യൻ ഓപ്ഷൻ എന്നും. ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റ് അത് റൈറ്റ് ചെയ്ത് കഴിഞ്ഞു, കോൺട്രാക്റ്റ് റൈറ്റ് ചെയ്ത് അതിൻ്റെ എക്സ്പയറി ഡേറ്റിനുള്ളിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷൻ കോൺട്രാക്റ്റുകളാണ് അമേരിക്കൻ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലുള്ള എല്ലാവിധ ഇൻഡിവിജ്വൽ ഷെയർ ഓപ്ഷൻസും ഈ പറഞ്ഞ അമേരിക്കൻ ഓപ്ഷൻസാണ്. അപ്പം നേരെ തിരിച്ച് മച്യൂരിറ്റി ഡേറ്റിൽ മാത്രം എക്സസൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഓപ്ഷൻ കോൺട്രാക്റ്റുകളാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് യൂറോപ്യൻ ഓപ്ഷൻസ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ സ്റ്റോക്ക് ഇൻഡിസസിലുള്ള ഓപ്ഷൻസ് എല്ലാം യൂറോപ്യൻ ഓപ്ഷൻസാണ്. അതായത് എപ്പോൾ വേണമെങ്കിലും പെർഫോം ചെയ്യാമെങ്കിൽ അത് അമേരിക്കൻ ഓപ്ഷനും, മെച്യൂരിറ്റി ഡേറ്റിൽ മാത്രം പെർഫോം ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അത് യൂറോപ്യൻ ഓപ്ഷനുമാണ്. അടുത്ത ഫീച്ചേഴ്സ് ഓഫ് ഓപ്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ പ്രീമിയം പേയ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ബയ്യറിന് അതായത് ഓപ്ഷൻ ഹോൾഡറിന് ആ ഒരു റൈറ്റ് കിട്ടാൻ വേണ്ടി അയാൾ പേ ചെയ്യുന്ന കൺസിഡറേഷനാണ് പ്രീമിയം എന്ന് പറയുന്നത്. അതായത് ആ കോൺട്രാക്റ്റിന് അയാൾ പേ ചെയ്യുന്ന കൺസിഡറേഷനാണ് ഓപ്ഷൻ പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ ആ ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റ് പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അയാൾക്കുണ്ടാകുന്ന മാക്സിമം ലോസ് എന്ന് പറയുന്നതും ആ ഒരു ഓപ്ഷൻ പ്രീമിയമാണ്. പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓപ്ഷൻ പ്രീമിയം എന്ന് പറയുന്നത് ടോട്ടൽ പേ ഓഫിനകത്തു നിന്ന് ഡിഡക്റ്റ് ചെയ്യപ്പെടും. അടുത്താണ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് മണിയോ കമ്മോഡിറ്റിയോ ഷെയറോ നമുക്ക് കോൺട്രാക്റ്റിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. അതായത് കോൺട്രാക്റ്റിൽ എഴുതുന്ന സമയത്ത് അതായത് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ഒരു മണി, കമ്മോഡിറ്റി, ഷെയർ ഇതൊന്നും എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. ഈ ഒരു കോൺട്രാക്റ്റിൻ്റെ എൻഡ് അല്ലെങ്കിൽ അത് കം ടു ആൻ എൻഡ് അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്തു എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണോ ഓപ്ഷൻ ഹോൾഡർ ഇയാളുടെ ഓപ്ഷൻ അല്ലെങ്കിൽ റൈറ്റ് എക്സസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് ആവുന്നത് ഏതാണോ ആദ്യം നടക്കുന്നത് അപ്പോഴാണ് ആ ഒരു കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ആയി എന്ന് നമ്മൾ പറയുന്നത്. സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഹോൾഡർ എപ്പോഴാണോ ഇയാളുടെ ഓപ്ഷൻ എക്സസൈസ് ചെയ്യുന്നത് അപ്പോൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ആ ഓപ്ഷൻ എക്സസൈസ് ചെയ്തില്ല, മെച്യൂരിറ്റി ഡേറ്റ് വരെയും അത് പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ എക്സസൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു എഗ്രിമെൻറ്റ് ലാപ്സായി പോകും, അവിടെ സെറ്റിൽമെൻ്റ് ഒന്നും നടക്കുന്നില്ല. തേർഡ് വണ്ണാണ് വേരിയേഷൻസ് ഇൻ റിട്ടേൺ.
ഓപ്ഷൻ ഹോൾഡറിൻ്റെ പ്രോഫിറ്റും ലോസും ഈക്വൽ അല്ല. നമ്മൾ പറഞ്ഞായിരുന്നു ഓപ്ഷൻ ഹോൾഡറിന് മാക്സിമം ഉണ്ടാകുന്ന ലോസ് എന്ന് പറഞ്ഞാൽ അയാൾ പേ ചെയ്ത പ്രീമിയം, പ്രോഫിറ്റ് എന്ന് പറയുന്നത് അൺലിമിറ്റഡുമാണ്. അതേപോലെ തന്നെ ഓപ്ഷൻ സെല്ലറിനെ സംബന്ധിച്ച് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. മാക്സിമം ഗെയിൻ എന്ന് പറയുന്നത് പ്രീമിയം, മാക്സിമം ലോസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിമെട്രിക്കൽ ലോസ് ആൻഡ് പ്രോഫിറ്റ് അല്ല, അതായത് രണ്ട് വ്യക്തികളുടെ ലോസും പ്രോഫിറ്റും ഈക്വൽ അല്ല. അടുത്താണ് നോൺ ഒബ്ലിഗേറ്ററി. ഓപ്ഷൻ കോൺട്രാക്റ്റിൽ ഓപ്ഷൻ ഹോൾഡറിന് റൈറ്റാണ് കിട്ടുന്നത്. ഒരു അണ്ടർലൈങ് അസറ്റ് മേടിക്കാൻ അല്ലെങ്കിൽ വിൽക്കാനായിട്ടുള്ള റൈറ്റാണ് കിട്ടുന്നത്. അയാൾക്ക് ആ റൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കാം. അയാൾക്ക് അവിടെ ഒബ്ലിഗേഷൻസ് ഒന്നും ഇല്ല. ഒബ്ലിഗേഷൻസ് ഉള്ളത് നമ്മുടെ സെല്ലറിന് മാത്രമാണ്, അതായത് ഓപ്ഷൻ റൈറ്ററിന് മാത്രമാണ് ഒബ്ലിഗേഷൻ ഉള്ളത്. ഓപ്ഷൻ ഹോൾഡറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇയാൾക്കുള്ളത് റൈറ്റാണ്. അപ്പോൾ അയാളത് പെർഫോം ചെയ്യുകയോ വേണ്ടയോ എന്നുള്ളത് അയാളുടെ മാത്രം ഓപ്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ് ലാപ്സായി പോവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അടുത്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്. ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഓൺ ചെയ്യുന്ന വ്യക്തിക്ക് അവിടെ ബൈ ചെയ്യാനോ സെല്ല് ചെയ്യാനോ ആയിട്ടുള്ള ഒബ്ലിഗേഷനാണുള്ളത്. നേരെ തിരിച്ച് ഓപ്ഷൻ കോൺട്രാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ റൈറ്റാണുള്ളത്. ഒരിടത്ത് ഒബ്ലിഗേഷനും ഒരിടത്ത് റൈറ്റുമാണുള്ളത്. മെയിൻ ഡിഫറൻസസ് ആണ് അവിടെ ടേബിളായിട്ട് കാണിച്ചിരിക്കുന്നത്. ടേബിൾ ഒന്ന് നോക്കുക. അപ്പോൾ അവിടെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ബയ്യറിനും സെല്ലറിനും അത് പെർഫോം ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാനായിട്ടുള്ള ഒബ്ലിഗേഷനുണ്ട്. പക്ഷേ ഓപ്ഷൻ കോൺട്രാക്റ്റിലാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഹോൾഡറിന് റൈറ്റും ഓപ്ഷൻ സെല്ലറിന് ഒബ്ലിഗേഷനുമാണുള്ളത്. പിന്നെ ഫ്യൂച്ചർ കോൺട്രാക്റ്റിലാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെയും റിസ്ക് എന്ന് പറയുന്ന അൺലിമിറ്റഡ് ലോസിനുള്ള റിസ്ക് ഉണ്ട്. ഓപ്ഷനിലാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ റൈറ്ററുടെ അതായത് സെല്ലറിൻ്റെ റിസ്ക് അൺലിമിറ്റഡ് ആണ്. ഓപ്ഷൻ ബയ്യറിൻ്റെ മാക്സിമം ലോസ് അല്ലെങ്കിൽ റിസ്ക് എന്ന് പറയുന്നത് പ്രീമിയം പെയ്ഡ് ആണ്. ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഫേവറബിൾ മാർക്കറ്റ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ബയ്യറും സെല്ലറും അവിടെ പൊട്ടൻഷ്യലായിട്ടൊരു അൺലിമിറ്റഡ് ഗെയിൻ ഏൺ ചെയ്യാനായിട്ടുള്ളൊരു ചാൻസ് അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരം അവർക്കുണ്ട്. പക്ഷേ ഇവിടെ ഓപ്ഷൻ കോൺട്രാക്റ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ബയ്യറിന് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഗെയിൻ ഉണ്ട്. പക്ഷേ സെല്ലറിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. പ്രീമിയം എമൗണ്ട് എത്രയാണോ അത്രയും മാത്രമേ അവിടെ അയാൾക്ക് ഗെയിൻ വരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഫ്യൂച്ചർ കോൺട്രാക്റ്റും ഓപ്ഷൻ കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ലാസ്റ്റത്തെ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻ്റ് ആണ് സ്വാപ്സ്. സ്വാപ്പ് എന്ന് പറയുന്നത് റിസ്ക് മാനേജ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന ഒരു ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻ്റ് ആണ്. സ്വാപ്പ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ഓർ ട്രാൻസ്ഫർ വൺ ഫോർ അനദർ എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. സ്വാപ്പ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കോൺട്രാക്റ്റ് ദാറ്റ് അലോ ദ പാർട്ടീസ് ടു എക്സ്ചേഞ്ച് ദെയർ ഒബ്ലിഗേഷൻസ്. രണ്ട് വ്യക്തികൾ തമ്മിൽ അവരുടെ ഒബ്ലിഗേഷൻസ് അവരുടെ കടമകൾ വെച്ച് മാറുക അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് ആണ് മെയിനായിട്ടും അവരിങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തെടുക്കുന്നത്. അതായത് സ്വാപ്പ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ വ്യക്തികൾ ഒരു പ്രീ ഡിറ്റർമൈൻഡ് പേയ്മെൻറ്റ് ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ അസറ്റ് അതല്ലാന്നുണ്ടെങ്കിൽ ലയബിലിറ്റി എക്സ്ചേഞ്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സ്വാപ്സ് എന്ന് പറയുന്ന പ്രൈവറ്റ്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ലോങ് ടൈം കോൺട്രാക്റ്റുകളാണ്. ഓർഗനൈസ്ഡ് എക്സ്ചേഞ്ചുകൾ വഴിയല്ല ട്രേഡ് ചെയ്യുന്നത്. OTC കോൺട്രാക്റ്റുകളാണ്, അതായത് ഓവർ ദ കൗണ്ടർ കോൺട്രാക്റ്റുകളാണ്. ടെയിലർ മെയ്ഡാണ്, അതായത് വ്യക്തികൾക്ക് അതായത് ഏർപ്പെടുന്ന വ്യക്തികളാണ് അതിൻ്റെ അകത്തെ കണ്ടീഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ അകത്തെ ടേംസൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ സ്വാപ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് രണ്ട് സ്വാപ്സ് ഉണ്ട്. കറൻസി സ്വാപ്സും ഉണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സും ഉണ്ട്. ഇതിൽ ഫസ്റ്റ് വണ്ണാണ് കറൻസി സ്വാപ്പ് എന്ന് പറയുന്നത്. കറൻസി സ്വാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു എക്സ്ചേഞ്ച് വൺ കറൻസി ഓർ എ ലോൺ ഇൻ വൺ കറൻസി. ഒന്നുകിൽ കറൻസിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കറൻസിയിലുള്ള ലോണോ എക്സ്ചേഞ്ച് ചെയ്യാനായുള്ള സ്വാപ്പ് എഗ്രിമെൻറ്റുകളാണ് കറൻസി സ്വാപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു കറൻസിയിലുള്ള ലോണിനെ വേറൊരു കറൻസിയിലുള്ള ലോണുമായിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതാണ് നമുക്ക് ഈ ഒരു ഇതിനകത്ത് കിട്ടുന്ന ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് തന്നിരിക്കുന്ന ഒരു ഫിഗർ വെച്ചിട്ട് ഞാൻ പറയാം. ഒരു ഇന്ത്യൻ കമ്പനിയാണ് XYZ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ കമ്പനിയും ABC എന്ന് പറയുന്ന ഒരു US ബേസ്ഡ് കമ്പനിയും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇന്ത്യൻ കമ്പനികൾക്ക് US ബിസിനസ്സും ഉണ്ട്, US കമ്പനിക്ക് ഇന്ത്യയിലും ബിസിനസ്സുണ്ട്. അപ്പോൾ രണ്ടു പേർക്കും അവിടുത്തെ ഡോളേഴ്സ് ആവശ്യമാണല്ലോ. ഇന്ത്യൻ കമ്പനി എന്ന് പറയുന്നത് കമ്പനി ഇന്ത്യയിലേതാണെന്നുണ്ടെങ്കിലും അവർ US ബിസിനസ് നടത്തുന്നുണ്ട്, അവർക്ക് US കറൻസിയുടെ ആവശ്യം അപ്പോൾ വരും.
ABC എന്ന് പറയുന്നത് US കമ്പനിയാണ്. അവർ ഇന്ത്യയിലെ ട്രാൻസാക്ഷൻ നടത്തുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യൻ റുപ്പീസിൻ്റെ ആവശ്യവും വരും. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കമ്പനി ഒരു ഇന്ത്യൻ ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് ലോൺ എടുത്തു. അതേ എമൗണ്ട് തന്നെ നമ്മുടെ US കമ്പനി ഒരു US ബാങ്കിൻ്റെ കയ്യിൽ നിന്നും ലോൺ എടുത്തു. എന്നിട്ട് ഇന്ത്യൻ കമ്പനി എടുത്ത ലോണ് US കമ്പനിക്കും കൊടുക്കും, US കമ്പനി എടുത്ത ലോണ് ഇന്ത്യൻ കമ്പനിക്കും കൊടുക്കും. അതായത് അവരങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത ലോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തെടുക്കും. അപ്പോൾ ഈ ലോൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാസം ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡിൽ ആ എമൗണ്ട് നമ്മൾ തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരും. അതിപ്പോൾ രണ്ടിടത്തും ഇന്ത്യൻ കമ്പനിക്കും അടയ്ക്കണം, US കമ്പനിക്കും അടയ്ക്കണം. അപ്പോൾ ഈ US കമ്പനി അടയ്ക്കേണ്ട പീരിയോഡിക് ഇൻട്രസ്റ്റും പിന്നെ ആ ഒരു ലംസം എമൗണ്ടും, അതായത് ലോണിൻ്റെ റീപേയ്മെൻറ്റ് എമൗണ്ടും നമ്മുടെ ഇന്ത്യൻ കമ്പനി കൊടുക്കും. US കമ്പനി അടയ്ക്കേണ്ട എമൗണ്ട് ഇന്ത്യൻ കമ്പനി കൊടുക്കും, ഇന്ത്യൻ കമ്പനി അടയ്ക്കേണ്ട എമൗണ്ട് US കമ്പനിയും കൊടുക്കും. അതവർ ബാങ്കിൽ നേരിട്ട് അടയ്ക്കുന്നതിന് പകരം അവർ ലോൺ മേടിച്ചപ്പം US കമ്പനി ഇന്ത്യൻ ഡോളറിലുള്ള ലോൺ മേടിച്ചിരിക്കുന്ന ഇന്ത്യൻ കമ്പനിയിൽ നിന്നാണല്ലോ മേടിച്ചത്. ഇന്ത്യൻ കമ്പനിക്ക് അത് കിട്ടിയത് ബാങ്കിൽ നിന്നാണ്. പക്ഷേ ബാങ്കും US കമ്പനിയായിട്ട് അവിടെ നേരിട്ട് ഇടപാടുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടത്തുന്ന സമയത്തും റീപേയ്മെൻറ്റ് നടത്തുന്ന സമയത്തും US കമ്പനി അത് ഇന്ത്യൻ കമ്പനിയുടെ കയ്യിൽ കൊടുക്കത്തേ ഉള്ളൂ. ഇന്ത്യൻ കമ്പനി അത് നേരെ ബാങ്കിൽ കൊണ്ടു കൊടുക്കും. നേരെ തിരിച്ച് അപ്പുറത്തെ US ഡോളറിലെ ലോണും അതേപോലെ തന്നെ ഇന്ത്യൻ കമ്പനി അതിൻ്റെ പലിശയും റീപേയ്മെൻറ്റ് എമൗണ്ടും കൂടെ US കമ്പനിയെ ഏൽപ്പിക്കും. US കമ്പനി അത് നേരെ ബാങ്കിൽ കൊണ്ട് പേ ചെയ്യും. അതായത് രണ്ടിടത്തും ലോൺ അടയ്ക്കുന്നത് നേരെ ഓപ്പോസിറ്റുള്ള കൺട്രീസാണ് അടയ്ക്കുന്നത്. പക്ഷേ അത് മറ്റേ കമ്പനി വഴി ഇടയ്ക്ക് നിൽക്കുന്ന കമ്പനി വഴിയാണ് അടയ്ക്കുന്നതെന്നേ ഉള്ളൂ. അത് ആ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് അവിടെ ഒരു 5.1 എന്ന് പറഞ്ഞ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗർ ഒന്ന് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. അത് കാണും, അത് വായിച്ച് നോക്കുമ്പോഴത്തേനും മനസ്സിലാകും. പിന്നെ കറൻസി സ്വാപ്പിൻ്റെ അത് വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് എക്സ്ചേഞ്ച് ഓഫ് പ്രിൻസിപ്പാൾ എമൗണ്ട്, അതായത് ലോൺ എടുക്കുന്ന എമൗണ്ട് അവർ കൈമാറ്റം ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് എക്സ്ചേഞ്ച് ഓഫ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഡ്യൂറിങ് ദ കറൻസി ഓഫ് ദ ലോൺ, അതായത് ലോൺ നിലവിലിരിക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് പേ ചെയ്യണം, അതും അവർ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അടുത്തത് റീ എക്സ്ചേഞ്ച് ഓഫ് പ്രിൻസിപ്പാൾ എമൗണ്ട് അറ്റ് ദ ടൈം ഓഫ് മെച്യൂരിറ്റി, അതായത് ലോൺ മെച്യൂറായി കഴിയുമ്പോൾ ആ ടോട്ടൽ എമൗണ്ട് പേ ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ റീ എക്സ്ചേഞ്ച്. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് വരുന്നത്. 3 കാര്യങ്ങളുണ്ട്. പ്രിൻസിപ്പാൾ എമൗണ്ട് കൈമാറ്റം ചെയ്യുന്നുണ്ട്, മാസാമാസം അല്ലെങ്കിൽ വർഷാവർഷം ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ട്, പിന്നെ ഏറ്റവും അവസാനം അതിൻ്റെ റീപേയ്മെൻറ്റും എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ 3 എക്സ്ചേഞ്ചസാണ് അവിടെ വരുന്നത്. അടുത്താണ് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പിൽ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിനെ വേറൊരു ഇൻട്രസ്റ്റ് പേയ്മെൻറ്റുമായിട്ടാണ് അവിടെ എക്സ്ചേഞ്ച് ചെയ്തെടുക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 തരത്തിലുണ്ട്. ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് പേയ്മെൻറ്റും ഉണ്ട്, ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് പേയ്മെൻറ്റും ഉണ്ട്. ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ തവണയും ഒരേ എമൗണ്ട് തന്നെയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് പേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതാണ് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും, അതാണ് ഫ്ലോട്ടിംഗ് റേറ്റ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഞാനിപ്പം ഒരു ലോൺ എടുത്തു, അപ്പോൾ എനിക്ക് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, അതായത് എല്ലാ മാസവും ഈക്വൽ എമൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് പേ ചെയ്യണം. അടുത്തത് വേറൊരു വ്യക്തി A എന്ന് പറയുന്നൊരു വ്യക്തി, അയാളൊരു ലോൺ എടുത്തു, അയാളുടെ ഇത് ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, അതായത് മാസം അല്ലെങ്കിൽ ഓരോ തവണയ്ക്കും ഇൻട്രസ്റ്റ് റേറ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പം ഞങ്ങൾക്കിത് തമ്മിൽ എനിക്ക് ശരിക്കും ഇഷ്ടം ഫ്ലോട്ടിംഗ് റേറ്റ് ഇൻട്രസ്റ്റും Aക്ക് ഇഷ്ടം ഫിക്സഡ് റേറ്റ് ഇൻട്രസ്റ്റും ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ഫ്ലോട്ടിംഗ് റേറ്റ് മേടിച്ചിട്ട് ഫിക്സഡ് റേറ്റ് ഞാൻ Aക്ക് കൈമാറുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതിനാണ് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ് എന്ന് പറയുന്നത്. ഓരോ ആൾക്കാർക്കും അവരുടെ പർട്ടിക്കുലർ ആയിട്ടുള്ള നീഡ്സിന് സ്യൂട്ട് ആവുന്ന രീതിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് പേയ്മെൻറ്റിനെ എക്സ്ചേഞ്ച് ചെയ്തെടുക്കുന്നതാണ് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ഫിക്സഡ് ഫോർ ഫ്ലോട്ടിംഗ് റേറ്റ് സ്വാപ്പ്, അതാണ് ഏറ്റവും കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് എന്ന് പറയുന്നത്. ഫിക്സഡ് ഇൻട്രസ്റ്റും ഫ്ലോട്ടിംഗ് റേറ്റും തമ്മിലുള്ള എക്സ്ചേഞ്ച് പ്ലെയിൻ വാനില എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തി ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് പേയ്മെൻറ്റ് എടുക്കുന്നു, അതിന് പകരം അയാൾ ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് എക്സ്ചേഞ്ച് ചെയ്ത് കൗണ്ടർ പാർട്ടിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രിൻസിപ്പാൾ എമൗണ്ടിൻ്റെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ പ്രിൻസിപ്പാൾ എമൗണ്ടിൻ്റെ മേലാണ്. അപ്പോൾ അതിനെ നമ്മൾ നോഷണൽ എമൗണ്ട് എന്നാണ് വിളിക്കുന്നത്. അവിടെ ഒരു എക്സ്ചേഞ്ച് കൊടുത്തിരിക്കുന്നത് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഫിഗർ 5.2 കാണിച്ചിട്ടുണ്ട്.
കമ്പനി എയും കമ്പനി ബിയും വെച്ചിട്ട് രണ്ടുപേരും ഓരോ ലോൺ എടുത്തിരിക്കുന്നു. കമ്പനി എ എടുത്തിരിക്കുന്നത് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ പേയ്മെൻ്റ് ഉള്ള ലോണും കമ്പനി ബിയുടേത് ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റുമാണ്. അപ്പോൾ അവർ രണ്ടുപേരും അത് എക്സ്ചേഞ്ച് ചെയ്തെടുക്കുവാണ്. അതായത് കമ്പനി ബിക്ക് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റും കമ്പനി എക്ക് ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ് എന്ന് വിളിക്കുന്നത്. അടുത്താണ് ലിമിറ്റേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ 4 ഡെറിവേറ്റീവ്സ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഫോർവേഡ്, ഫ്യൂച്ചർ, ഓപ്ഷന്, സ്വാപ്സ്. അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസ് ആണ് നെക്സ്റ്റ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഇന്നാഡിക്വേറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം. ഈ ഒരു ഡെറിവേറ്റീവ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര പ്രോപ്പറായുള്ളൊരു അക്കൗണ്ടിങ് സിസ്റ്റം ഇതുവരെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ കേസസിലും സൂപ്പർവിഷൻ്റെ കേസസിലൊക്കെ കുറച്ചുകൂടെ എഫിഷ്യൻസി ഇനിയും കൈവരിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴും ഒരു ഇൻഫൻസി ലെവലിൽ തന്നെയാണ്. അടുത്തത് സ്പെക്കുലേഷൻ. സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റുകൾ സ്പെക്കുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. സ്പെക്കുലേറ്റേഴ്സ് അവരുടെ ഓപ്പറേഷൻസിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് ഈ ഡെറിവേറ്റീവ്സിനെ കണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെറിവേറ്റീവ്സിനൊരു ഇംബിൾട്ട് സ്പെക്കുലേറ്റീവ് മെക്കാനിസം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും അത് ബെനിഫിഷ്യലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അടുത്തത് ലാക്ക് ഓഫ് റെഗുലേഷൻസ് ആണ്. ഈ ഡെറിവേറ്റീവ് ട്രാൻസാക്ഷൻസിനെ സർവൈലൻസ് ചെയ്യാൻ വേണ്ടിയും അതിൻ്റെ പ്രൈസ് ഡിസമിനേഷൻ, റെഗുലേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ എഫക്റ്റീവായിട്ടുള്ളൊരു ബോഡിയൊന്നുമില്ല. ഈ ടേംസ് ഡെറിവേറ്റീവ്സിൻ്റെ ടേംസ് എല്ലാം യൂണിഫോംഡോ സ്റ്റാൻഡർഡൈസ്ഡോ ആയിട്ടുള്ള ടേംസ് അല്ല. അതൊക്കെ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ട് വരേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മൾ പഠിച്ചതിൽ ഫോർവേഡ് കോൺട്രാക്റ്റും ഇപ്പോൾ ലാസ്റ്റ് പഠിച്ച സ്വാപ്സും ഈ 2 എണ്ണം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴിയല്ല നടക്കുന്നത്. ഫോർവേഡും ഓപ്ഷനും മാത്രമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴി നടക്കുന്ന ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകൾ വഴി നടക്കുന്നതുള്ളൂ. ഓർഗനൈസ്ഡ് എക്സ്ചേഞ്ചുകൾ വഴിയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ റെഗുലേഷൻസ് വരും. ലാസ്റ്റ് വണ്ണാണ് ഇൻക്രീസ്ഡ് റിസ്ക്. അപ്പോൾ ഈ ഒരു ഡെറിവേറ്റീവ്സിൻ്റെ ട്രാൻസാക്ഷൻസിൽ ഏർപ്പെടുന്ന ആൾക്കാർക്ക് പ്രോഫിറ്റിനും ഹ്യൂജ് ലോസിനും ഉള്ള ചാൻസ് അവിടെ ഉണ്ട്. അപ്പം നമുക്ക് ശരിക്കും ഈ ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന വ്യക്തികൾ റിസ്ക് കൈമാറ്റം ചെയ്യപ്പെടാനായിട്ടാണ് ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും ആ കോൺട്രാക്റ്റിലും റിസ്ക് ഇൻവോൾവ്ഡ് ആണ്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു പോർഷൻ തീരുവാണ്. നന്നായിട്ട് വായിച്ച് നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.